വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മൈനസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അയ്യോ, കമ്മലിടാൻ മറന്നുപോയി. കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അതെ, നമ്മുടെ ശിവക്കുട്ടൻ്റെ ഡ്രസ്സാണ്. ശിവക്കുട്ടൻ്റെ ഉടുപ്പ് കാണിച്ചെടുത്തേ. ഇത് നമ്മുടെ അമ്മയുടെ ഫ്രണ്ട് ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ്. എനിക്ക് ഷർട്ടിൻ്റെ കളർ ഭയങ്കര ഇഷ്ടമാണ്. അല്ലേ ശിവക്കുട്ട ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ടാ ശിവക്കുട്ടനെ? ഷർട്ട് ഇഷ്ടപ്പെട്ടാ? കടിക്കരുത്, ചീത്ത പിള്ളേരെ കടിക്കാൻ പാടില്ല. അപ്പം നിതിൻ ഓട്ടോ വിളിക്കാനും കുറച്ച് സാധനം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പം നമുക്കിനി നേരെ ഓട്ടോ വരുമ്പോൾ ഓട്ടോയിൽ കയറി നേരെ വീട്ടിലോട്ട് പോവാം. അപ്പം അതെ, ഇത് ചേട്ടത്തിയാണ്. ചേട്ടത്തി ഞങ്ങളെല്ലാവരും കൂടി പോകണമെന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാനിവിടെ. അപ്പം ശരിയൊക്കെ, ഞങ്ങൾ പോയിട്ട് വരാം. ടാറ്റാ. ഇനി മണ്ണഞ്ചേരി ചെന്നിട്ട് കാണാം. അങ്ങനെ നമ്മുടെ ഓട്ടോ വന്നു. ഓട്ടോയിൽ കയറി നമ്മളിതേ നേരെ വീട്ടിലേക്ക് വരുവാണ്. നമ്മൾ അധികം വീഡിയോസ് ഒന്നും ഓട്ടോയിൽ എടുത്തിട്ടില്ല, കാരണം നമ്മളെപ്പോഴും വരുന്നതും പോകുന്നതും ഓട്ടോയിലാണ്. അങ്ങനെ വീട്ടിൽ വന്നതും നിതിൻ്റെ ടിവിയുടെ മുമ്പിലിരുന്ന് അച്ഛനും മകളും കൂടി. പിന്നെ ഇതേ നമ്മുടെ ശിവക്കുട്ടനാണെങ്കിൽ വന്നിറങ്ങിയതും അവിടെ നമ്മളിങ്ങനെ വെള്ളം പിടിച്ച് വെക്കുകയോ വെയിലത്ത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിലേക്കുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മോട്ടോർ വെള്ളം എടുക്കുന്നത്. അപ്പോൾ ഇതേ അച്ഛനാണെങ്കിൽ പുതിയതായിട്ടൊരു പീച്ചിൽ പടർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. അപ്പം ഞാൻ ചെന്ന് കുറച്ച് നേരം സഹായിച്ചു കൊടുത്തായിരുന്നേ. അതിപ്പോൾ ഇപ്പോഴല്ല, ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് അതൊന്നും കാണിക്കാൻ പറ്റിയില്ല. ഇവിടെ ഇപ്പോൾ കപ്പ കൃഷിയും കുറച്ച് കൂടുതൽ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ കൃഷിയുടെയൊക്കെ കൃഷിയും അമ്മയുടെ ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയൊരു വീഡിയോ ഞാൻ എന്തായാലും നാളെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ശിവക്കുട്ടൻ ഡ്രസ്സ് മാറിയിട്ടില്ല, കാരണം നമ്മൾ വന്ന സമയത്ത് അമ്മ ഇല്ലായിരുന്നു. അമ്മ കമ്മിറ്റിക്ക് പോയിരിക്കുമായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് അമ്മ പറഞ്ഞു, ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞത് ഒരു 10-15 മിനിറ്റുള്ളിൽ അമ്മ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡ്രസ്സ് അവനെ ഒന്ന് കണ്ടിട്ട് മാറ്റിയാൽ മതി എന്ന് പറഞ്ഞാൽ പുതിയ ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ അമ്മയുടെ കൂട്ടുകാർ വാങ്ങിച്ച ഡ്രസ്സാണ്. അന്ന് കമ്മിറ്റി ഉണ്ടായിരുന്ന ദിവസമായതുകൊണ്ട്, ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മുടെ സുനിത ചേച്ചി, ഈ ചേച്ചി വാങ്ങിച്ച ഡ്രസ്സാണ് അവൻ ഇട്ടുകൊണ്ട് വന്നത്. അപ്പോൾ ആ ചേച്ചിക്ക് ഒന്ന് കാണാൻ പറ്റി. പിന്നെ അതേ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയും വന്നു. അമ്മയാണെങ്കിൽ ഫുൾ ഹാപ്പി. പിന്നെ അവനെ കണ്ടത് പിന്നെ അമ്മ ആ സാധനമൊക്കെ എടുത്ത് മാറ്റി വെച്ചു. കാരണം അവനെ എടുക്കുന്നതിന് മുന്നേ അവിടെ ഇവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവൻ പിന്നെ ഒരു തിരിവിന് ഓടി വന്ന് ആ സാധനമൊക്കെ എടുത്ത് വലിച്ചു വാരിയിടും. അതുകൊണ്ടാണ് കമ്മിറ്റിയുടെ ബുക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അമ്മ വന്ന് വാന്ന് വിളിച്ചിട്ട് ചെല്ലുന്നുണ്ടായിരുന്നില്ല പുള്ളിക്കാരൻ. കാരണം ഈ ഓട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കള, പിന്നെ ഹോളിൽ അങ്ങനെ ഓടി നടപ്പാണ്. പിന്നെ ശിവക്കുട്ടനെ വന്നതിൻ്റെ പുറകെ നമ്മുടെ കാത്തുമ്പിയും വന്നിട്ടുണ്ടായിരുന്നു. അവൾ അവിടെ ഇരുന്ന് TV കാണുമായിരുന്നു അച്ഛൻ്റെ കൂടെ. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ അമ്മ കൊച്ചിനെ എടുക്കണമുണ്ട്. അപ്പോൾ എന്നേടെന്നും പറഞ്ഞത് കാത്തുമ്പി പുറകെ നടപ്പുണ്ട്. പിന്നെ അച്ഛൻ അവിടെ കാപ്പി തിളപ്പിക്കുമായിരുന്നേ. സാധാരണ അച്ഛൻ വീട്ടിലൊക്കെ രാവിലെയൊക്കെ കാപ്പി തിളപ്പിക്കുന്നത് അച്ഛൻ തന്നെ ആയിരുന്നേ. രാവിലെ എഴുന്നേൽക്കുന്നത് അച്ഛനായതുകൊണ്ട് തന്നെ അച്ഛൻ കാപ്പിയൊക്കെ തിളപ്പിച്ച് വെക്കുമായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ ഈ മേലാതെ വന്നതിന് ശേഷം ഇപ്പോഴാണ് ഒന്ന് നടക്കാൻ തുടങ്ങിയത്. അപ്പോഴത്തേക്കും അച്ഛൻ ഇതൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്, പഴയൊരു ഫീല്. അപ്പോൾ പിന്നെ ഞങ്ങളുടെ കാത്തുമ്പിയുടെ ചേച്ചി, ഇത് ഞങ്ങളുടെ കസിനാണ്. കുഞ്ഞുവാറ്റനെ അറിയാമല്ലോ. കുഞ്ഞാറ്റ മുന്നേ ഞാൻ വീഡിയോസിലൊക്കെ അവളുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ കൂട്ടുകാരികളും പിന്നെ ഇതൊക്കെ ഞങ്ങളുടെ കസിൻസ്, എൻ്റെ ചേച്ചിമാരുടെ മക്കളാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഞങ്ങളുടെ മനക്കൽ ഉത്സവത്തിന്, അമ്പലത്തിലെ ഉത്സവത്തിൽ ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടി പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നതറിഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി വന്നതാണ്. പിന്നെ നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ട് നമ്മൾ പോകുന്നത് കുറച്ച് കാര്യങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. ആദ്യത്തെ ദിവസമാണ് കേട്ടോ നമ്മളിവിടെ വീട്ടിൽ വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ചെല്ലുന്നത് നമുക്ക് നമ്മുടെ കാത്തുമ്പിക്കാണെങ്കിലും നമ്മുടെ ശിവക്കുട്ടനാണെങ്കിലും കുറച്ച് മരുന്ന് വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ആദ്യം നമ്മൾ ഫിഷ് വാങ്ങിക്കണം, മീൻ. അത് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കലവൂർ മാർക്കറ്റിലേക്ക് വന്നതാണ്. അതിനുശേഷം വേണം മരുന്ന് വാങ്ങിക്കാൻ പോകാൻ. ഇത് നമ്മുടെ പോസ്റ്റ് ഓഫീസാണ് കേട്ടോ കലവൂരത്തെ. അപ്പോൾ നമ്മളിതേ അപ്പുറത്തെ ഭാഗത്താണ്, ഉള്ളിലോട്ടാണ് മാർക്കറ്റ്. അപ്പോൾ നമ്മളിതേ എന്നത്തെയും പോലെ മുന്നത്തെ നമ്മുടെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഇവിടെ മണ്ണഞ്ചേരി വ്ളോഗിലൊക്കെ ഉണ്ടാവും. നമ്മുടെ മാർക്കറ്റാണ് കലവൂർ മാർക്കറ്റ്. പക്ഷെ ചെന്നപ്പോൾ അവിടെ ഒരു 2 തട്ടുണ്ടായിരുന്നു. വേറെ അവിടെ ഫുൾ ഒഴിഞ്ഞ് കിടക്കുമായിരുന്നേ. കാരണം സമയമായിട്ടുണ്ടായിരുന്നില്ല, ഒരു 4 മണി ആ ഒരു സമയമായിരുന്നു. കുറച്ചുകൂടി വൈകിയും പിന്നെ രാവിലെയൊക്കെ ആണല്ലോ കുറച്ച് കൂടുതൽ ആൾക്കാരുള്ളത്. കുറച്ച് മീനൊക്കെ ഉണ്ടായിരുന്നു, മാന്തൽ, അതുപോലെ ഈ പൊടി മീനും കാര്യങ്ങളൊക്കെ.
പിന്നെ ഉണ്ടായിരുന്നത് ഒരു വലിയ കേര അവർ ഇപ്പോൾ കൊണ്ടുവന്ന് വെച്ചതേ ഉണ്ടായിരുന്നുള്ളൂ, അത് കട്ട് ചെയ്യാൻ പോവായിരുന്നു. പിന്നെ ഞാൻ കുറേ നേരം അതിങ്ങനെ കട്ട് ചെയ്യുന്ന വീഡിയോ ഇങ്ങനെ എടുത്തു കേട്ടോ. ഇതിങ്ങനെ നമ്മൾ എപ്പോഴൊന്നും കാണുന്നില്ലല്ലോ, അപ്പോൾ കണ്ടപ്പോൾ ഒരു ഇഷ്ടം. പിന്നെ ഇത് ഈ ചേച്ചിയാണെങ്കിൽ മീൻ വാങ്ങാൻ വന്നതാണ്. ഈ ചേട്ടൻ ഇങ്ങനെ മീനിൻ്റെ തൊലി ഇരിക്കുന്നതിൻ്റെ കഷ്ടപ്പാട് കണ്ടിട്ട് ചേട്ടനെ പിടിച്ചൊക്കെ കൊടുക്കുമായിരുന്നേ. അങ്ങനെ ചേട്ടനെയൊക്കെ സഹായിച്ച് മീനൊക്കെ കട്ട് ചെയ്ത് നമ്മളും കേരമീൻ വാങ്ങിച്ചു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണേ. നമ്മൾ ഇച്ചിരി തലയുടെ കുറച്ച് ഭാഗം കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ, അത് വേറെ കറി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളിത് മീനും വാങ്ങിച്ച് നേരെ മാർക്കറ്റിൽ നിന്ന് മരുന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പം നമ്മൾ ശിവക്കുട്ടനും കാത്തുമ്പിക്കും മരുന്ന് വാങ്ങിക്കുന്നില്ല. നമുക്ക് വാങ്ങിക്കാനുള്ളത് നമ്മുടെ പിന്നെ നിതിനാണ് കേട്ടോ. ഞാൻ ദേ ഇങ്ങോട്ട് നടന്നു വരുന്ന സമയത്ത് ഇപ്പം ദേ ഒരു പട്ടിയുടെ തലയിൽ കയറി ചവിട്ടിയേനെ. കാരണം ഒരു കുഞ്ഞു പട്ടി അത് അവിടെ കിടന്ന് ഞാൻ കണ്ടില്ല കേട്ടോ, ഞാൻ പേടിച്ചു പോയി. പിന്നെ ദേ നമ്മുടെ ഈ മെഡിക്കൽ സ്റ്റോറിൽ വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ കലവൂരത്തെയാണ്. ഈ കയ്യിൽ സ്റ്റിച്ച് ഉണ്ടല്ലോ നിതിൻ്റെ, അതിൻ്റെ ബാൻഡേജ് പൊളിഞ്ഞു പോയിട്ട് അവർ കുറച്ച് ബാൻഡേജ് മേടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കുറേ ബാൻഡേജൊക്കെ നോക്കി. പിന്നെ നമ്മുടെ ശിവക്കുട്ടന് പിന്നെ ലോഷൻ തീർന്നിട്ടുണ്ട്, ലോഷനല്ല ബേബി ക്രീം ഡെർമഡ്യൂൻ്റെ, അപ്പോൾ അതും ഒരെണ്ണം വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിലോട്ട് പോന്നു. പിന്നെ വൈകിട്ട് പോയിട്ട് കുറച്ച് സാധനങ്ങൾ വേറെ വാങ്ങാനുള്ളതുകൊണ്ട് കാത്തൂൻ്റെയും ശിവക്കുട്ടൻ്റെയും മരുന്നൊക്കെ ആ വഴി വാങ്ങാൻ ഓർത്തു. പിന്നെ അതെ നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നിട്ട് നമ്മുടെ നിതിൻ്റെ കൈ പൊട്ടിയിരിക്കുന്നുണ്ട്, 3 സ്റ്റിച്ച് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ബാൻഡേജ് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ചോദിച്ച ബാൻഡേജില്ലേ അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അവരുടെ സ്റ്റോക്ക് തീർന്നു പോകുന്നെങ്കോ പറഞ്ഞു. പിന്നെ ഞാൻ ഓർത്തു അത് പൊടി കൂടുതലും കയറാതിരിക്കാമല്ലോ, അപ്പോൾ ഓർത്ത് ഇങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ഒരു തുണിയാണെങ്കിൽ ഇങ്ങനെ ചുറ്റി കെട്ടി കൊടുത്താൽ മതിയല്ലോ, അത് നല്ല സേഫായിട്ട് ഇരുന്നോളൂ എന്ന് കരുതിയിട്ട് നമ്മളിത് ഇതിങ്ങനെ ഈ ഒരു പിന്നെ ഒട്ടിക്കുന്ന സാധനം വാങ്ങിച്ചു. പക്ഷേ ഈ ടേപ്പിന് അധികം പശയില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തൊലി പൊളിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിപ്പോൾ റെഡിയായില്ലെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം നമുക്കൊന്ന് പട്ടാള ക്യാമ്പിൽ നമ്മുടെ സെൻറ്ററിൽ പോയിട്ട് രണ്ടാമതൊന്ന് ഡ്രസ്സ് ചെയ്യിക്കാമെന്ന് കരുതിയിരിക്കുവാണ്. അങ്ങനെ എങ്ങനെയൊക്കെയോ ഇതിൻ്റെ കൈ ഒന്ന് ടൈറ്റായിട്ടൊന്ന് വൃത്തിയായിട്ട് കെട്ടിയിട്ട് എങ്ങനെയൊക്കെയോ അതൊന്ന് ഡ്രസ്സ് ചെയ്ത് വെച്ചു. പിന്നെ ഈവനിങ് ആയപ്പോൾ നമ്മുടെ കണ്ണപ്പനും പിന്നെ നമ്മുടെ ഇത് നമ്മുടെ കുഞ്ഞുപാറ്റയുടെ കൂടെ കാത്തുമ്പിയൊക്കെ കൂടി ഇരുന്ന് ചുമ്മാ അവർ കളിക്കുന്ന ഡാൻസിൻ്റെയൊക്കെ ചുമ്മാ ഇരുന്ന് ഡാൻസൊക്കെ കളിച്ച് പഠിക്കുമായിരുന്നേ. അവർക്ക് നല്ലപോലെ ഡാൻസൊന്നും കളിക്കാനറിയില്ല, എങ്കിലും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കളിക്കുമായിരുന്നു. പിന്നെ ഞാനൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. ഇത് കുറച്ചുകൂടി നൈറ്റായിട്ടാണ്, ഒരു സന്ധ്യാസമയമായി. നമ്മൾ കാപ്പിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു, ആ വീഡിയോ ഒക്കെ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. ഈ ബിസ്ക്കറ്റ് നമ്മുടെ കാത്തുമ്പിക്കും ശിവക്കുട്ടനും കൂടിയിട്ട് നമ്മുടെ അമ്മ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഈ ഒരു പാക്കറ്റ് ഉണ്ടല്ലോ 50-55 രൂപയും കണ്ട. ഇതൊരു ബട്ടർ മിൽക്ക് ബിസ്ക്കറ്റാണെന്ന് തോന്നുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവർ കൂടി ഉണ്ടായിരുന്നു, അത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു കുപ്പിയിലാണ് കേട്ടോ, ഈ പാക്കിലാണ് ബിസ്ക്കറ്റ് വരുന്നതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഇതിനും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ 1-2 ഒക്കെ കഴിച്ചിട്ട് അതങ്ങ് മടക്കി വെച്ചു. പിന്നെ നമ്മൾ നൈറ്റ് ഇതേ നമ്മുടെ പള്ളിയാണ് കേട്ടോ ഇത്, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ആ മരുന്ന് വാങ്ങിക്കാനുണ്ടായിരുന്നല്ലോ അതിന് വേണ്ടിയിട്ടാണ്. അവിടെ ചെന്നപ്പോൾ അതേ എൻ്റെ അനിയൻ കണ്ണുമ്പൊത്തി നിൽക്കുന്നുണ്ട്. അവിടെ ചെന്നപ്പോൾ അവനുണ്ടായിരുന്നു അപ്പു, പിന്നെ അവൻ്റെ കൂട്ടുകാരനായിട്ട് വേറെ എന്തോ നമ്മുടെ മുത്താക്കയുടെ അച്ഛന്, അതായത് എൻ്റെ വലിയച്ഛന് കുറച്ച് പാടും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് കണ്ടതാണ് അവരെ. ഒരു വീട്ടിൽ നിന്നാണ് വരുന്നത്, എന്നാലും ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു. നമ്മൾ ചോദിച്ച ഒരു മരുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ വേറൊരു മെഡിക്കൽ സ്റ്റോറിലേക്ക് വന്നതാണ്. അപ്പോഴാണ് മെഡിക്കൽ സ്റ്റോറിൻ്റെ തൊട്ടിപ്പുറത്തുള്ള സെൻറ്റ് കട കണ്ണിപ്പെട്ടത്. ഇതിവിടെ സ്ഥിരമുള്ളതാണ്, ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഇവിടുന്ന് കഴിഞ്ഞ അച്ഛൻ്റെ ബർത്ത്ഡേക്ക് നിതിനൊരു പെർഫ്യൂം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, നല്ല അടിപൊളി പെർഫ്യൂമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് മെഡിക്കൽ സ്റ്റോറാണത്. അപ്പോൾ അവിടുന്ന് സാധനവും വാങ്ങിച്ച് നമ്മുടെ മരുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്ഥിരം നമ്മൾ മുന്നേ കുറേ ഇവിടെ നിന്നപ്പോഴൊക്കെ നമ്മൾ സ്ഥിരം ചായ കുടിക്കാനൊക്കെ വരുന്ന എന്തെങ്കിലുമൊക്കെ സാധനം മേടിക്കാൻ വരുന്ന സ്ഥിരം ബേക്കറിയാണ് കേട്ടോ ഇത്. ഇവിടെ വന്ന് നമ്മൾ കുറച്ച് 2-3 കേക്കൊക്കെ നോക്കി, പക്ഷേ അത് വാങ്ങണോ വേണ്ടേ ഇങ്ങനെ ചിന്തിച്ച് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ചോദിച്ചൊരു ഫ്ലേവർ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ വാൻഗോ ആയിരുന്നു വേണ്ടത്, അത് ചോദിച്ചിട്ട് ഇല്ലായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അതൊന്നും നമുക്ക് വേറെ എവിടെയെങ്കിലും തിരക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ അവിടുന്ന് പോകുന്നു കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ചു വരുന്ന വഴി നമ്മുടെ ഒരു 10 രൂപ ഷാർജ ഷേക്ക് കുടിക്കാനായിട്ട് കയറി. ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ വന്നു, ഫുഡ് കഴിച്ച് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വൈൻഡപ്പ് നമ്മളിപ്പോൾ എടുക്കുന്നത് ഇപ്പോൾ പിറ്റേ ദിവസം ആട്ടെ, ഇന്നാണ് എടുക്കുന്നത്. കാരണം ഇന്നലെ നമ്മൾ വന്ന് ഭയങ്കരമായിട്ട് പല സ്ഥലത്ത് ഓടിയിട്ട് വന്നിട്ട് നല്ല തലവേദനയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കിടന്നുറങ്ങി. ഞാൻ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അമ്മ കേരക്കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഡേ 1 ആണ്. ഇനി നാളെയും മറ്റന്നാളും ഒക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് വിശേഷങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നാളെ പുതിയ എൻ്റെ വീട്ടിലെ പല വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. കാണുന്നത് വരെ ടാറ്റാ.